ജീവനെടുത്ത കടന്നലുകളും തേനീച്ചകളും ഈ വർഷം മരിച്ചത് 11 പേർ. സംസ്ഥാനത്ത് കടന്നൽ കുത്തേറ്റുള്ള മരണങ്ങൾ പേടിപ്പെടുത്തും വിധം വർദ്ധിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ വർഷം മാത്രം 11 പേരാണ് കടന്നൽ കുത്തേറ്റ് മരിച്ചിരിക്കുന്നത്. കാട്ടാന, കാട്ടുപന്നി ആക്രമണങ്ങളെക്കാൾ മനുഷ്യജീവൻ കവർന്നിരിക്കുന്നത് കടന്നലും തേനീച്ചയുമാണെന്ന് വനംവകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. മലയോര മേഖലകളിലും കൃഷിയിടങ്ങളിലും ഉള്ളവരാണ് കടന്നലുകളുടെ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ഇരകളായിരിക്കുന്നത്. കൂടാതെ തൊഴിലാളികളും കടന്നലുകളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ജനുവരി മുതൽ നവംബർ 21 വരെയുള്ള കണക്കുകൾ പ്രകാരം വന്യജീവി ആക്രമണങ്ങളിൽ മരണമടഞ്ഞത് 44 പേരാണ്. ഇതിൽ തന്നെ 22 പേർ പാമ്പുകടിയേറ്റാണ് മരിച്ചിരിക്കുന്നത്. 11 പേർ കടന്നൽ, തേനീച്ച എന്നിവയുടെ കുത്തേറ്റ് മരിച്ചു. ഇതേ കാലയളവിൽ കാട്ടാന ആക്രമണങ്ങളിൽ 4 പേരും കാട്ടുപന്നി ആക്രമണങ്ങളിൽ 6 പേരും മരിച്ചിട്ടുണ്ട്. അതായത് വന്യജീവികൾ കാരണമുണ്ടാകുന്ന മരണങ്ങളിൽ 2ാം സ്ഥാനമാണ് കടന്നൽ, തേനീച്ച ആക്രമണങ്ങൾക്കുള്ളത് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. കഴിഞ്ഞ 8 വർഷത്തിൽ 30 ജീവനുകളാണ് കടന്നൽ, തേനീച്ച കുത്തേറ്റ് നഷ്ടമായിരിക്കുന്നത്. ഇതും വനംവകുപ്പിന്റെ കണക്കുകളിൽ സൂചിപ്പിക്കുന്നു. കാടിനോടടുത്ത ഗ്രാമങ്ങൾ, കൃഷിയിടങ്ങൾ എന്നിവിടങ്ങളിലാണ് കടന്നൽ, തേനീച്ച ആക്രമണങ്ങൾ ഏറ്റവും കൂടുതലായി ഉണ്ടാകുന്നത്. ഇരകളിൽ കൂടുതലും കൃഷിക്കാരും തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ്. കണക്കുകൾ പ്രകാരം അടിയന്തര ശ്രദ്ധ വേണ്ട പ്രശ്നമായി ഇത് വളരുകയാണെന്ന് വനംവകുപ്പും പറയുന്നു. അതേസമയം തന്നെ തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ മരണം സംഭവിച്ചാൽ 10 ലക്ഷം രൂപ ആശ്രിതർക്ക് നഷ്ടപരിഹാരം ലഭിക്കും. 1980 കേരള റൂൾസ് ഫോർ പേയ്മെന്റ് ഓഫ് കോമ്പോസിഷൻ ടു വിക്ടിംസ് ഓഫ് അറ്റാക്ക് ബൈ വൈൽഡ് അനിമൽസ് എന്ന ചട്ടങ്ങളിലെ ചട്ടം 2A വന്യമൃഗം എന്ന നിർവചനപ്രകാരമുള്ള ജീവികളുടെ ആക്രമണം മൂലം ജീവഹാനി സംഭവിക്കുന്നതിന് വനത്തിനകത്തോ പുറത്തോ നൽകി വരുന്ന നഷ്ടപരിഹാര തുകയാണ് കടന്നലിൻ്റെയോ തേനീച്ചയുടെയോ കടിയോ കുത്തോ കാരണം ജീവഹാനി സംഭവിച്ചാലും നൽകുക.